ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂശ്മാണ്ഡ രസായനം അല്ലെങ്കിൽ കുമ്പളങ്ങ രസായനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പ്രായഭേദമന്യേ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലേഹ്യമാണ് കുമ്പളങ്ങ രസായനം അല്ലെങ്കിൽ കൂശ്മാണ്ഡ രസായനം. കൂശ്മാണ്ഡ രസായനം കൽക്കണ്ടം ചേരുവയായിട്ട് വരുന്ന ഒരു ലേഹ്യമാണ് കുമ്പളങ്ങ രസായനം. അതുകൊണ്ട് തന്നെ ഇത് ശ്വാസകാസങ്ങൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ലേഹ്യമാണ് കുമ്പളങ്ങ രസായനം. അതായത് കുട്ടികൾക്കുണ്ടാകുന്ന ശ്വാസം മുട്ടൽ, ചുമ, കഫക്കെട്ട് ഇതിനെല്ലാം കൂശ്മാണ്ഡ രസായനം വളരെ ഫലപ്രദമാണ്. മാത്രമല്ല മുതിർന്നവരിലുണ്ടാകുന്ന ശരീരം മെലിച്ചിൽ, അതുപോലെ വിശപ്പില്ലായ്മ ഇതിനെല്ലാം കൂശ്മാണ്ഡ രസായനം കഴിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അസിഡിറ്റി പോലുള്ള ഇഷ്യൂസിലും കൂശ്മാണ്ഡ രസായനത്തിൻ്റെ സേവനം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൂത്രത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് മൂത്രച്ചൂട്, അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ എരിച്ചിൽ ഇതൊക്കെ വരുന്നതിന് നമുക്ക് ഈ കൂശ്മാണ്ഡ രസായനം സേവിക്കുന്നതും ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അത് മാറാനായിട്ട് ഇത് സേവിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വളരെയധികം ഫലങ്ങളുള്ള, അതായത് ഔഷധ ഗുണങ്ങളുള്ള ഈ കുമ്പളങ്ങ രസായനം എങ്ങനെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിൻ്റെ പുറത്ത് ആ ഒരു തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ വെള്ളത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക, അതായത് വേവിച്ചെടുക്കാം. നല്ല പ്രഷർ കുക്കറിലിട്ടായാലും നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം, അതായത് ഈ എടുത്തതിൻ്റെ ആ വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി സോൾട്ട് ഭാഗം, അതായത് അതിൻ്റെ ഖരമായിട്ടുള്ള ഇരിക്കുന്ന ആ ഒരു പദാർത്ഥം മാത്രം എടുത്ത് നമ്മൾ നന്നായിട്ട് അതായത് നമ്മൾ ആ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം ആ പദാർത്ഥം മാത്രം ഒരു കോട്ടൻ്റെ തുണി വെച്ച് നമ്മളത് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം, ജലാംശമെല്ലാം പോകുന്ന തരത്തിൽ നമ്മൾ അതിനെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ തൊത്ത് മാത്രം എടുത്ത് വെയിലത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ നോക്കുക, അതായത് ഒന്ന് ഉണക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നെയ്യിൽ, അതായത് എത്ര നെയ്യ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു 200 ഗ്രാം നെയ്യ് എടുക്കേണ്ടി വരും. അതായത് നമ്മൾ 1.5 കിലോ നമ്മൾ ഇത് കുമ്പളങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 200 ഗ്രാം നെയ്യ് എടുത്ത് അതിൽ ഈ കുമ്പളങ്ങയുടെ ഈ തൊത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചേർത്ത് നമ്മൾ നല്ലതായിട്ട് അത് ഒന്ന് വരട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ലിക്വിഡ്, അതായത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ വെള്ളമെടുത്ത് ഇതിനകത്ത് ഇതൊന്ന് വരണ്ട് വന്ന് ഒരു ബ്രൗൺ കളറാകുമ്പോൾ, അതായത് ഒരു തവിട്ട് നിറമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വെള്ളം ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. അതായത് ഈ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന ഈ വെള്ളം, ഈ കുക്ക് ചെയ്തപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് കൽക്കണ്ടം നന്നായിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കൽക്കണ്ടം എത്ര ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ, നമ്മൾ 1.5 കിലോ ആണ് നമ്മൾ കുമ്പളങ്ങ എടുത്തെങ്കിൽ 1.5 കിലോ തന്നെ കൽക്കണ്ടം എടുത്ത് അത് അലിയിച്ച് ചേർക്കുക, ഈ വെള്ളത്തിൽ അലിയിച്ച് ചേർക്കുക. എന്നിട്ട് ഈ മിശ്രിതം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം പൊടികൾ നമുക്ക് ഈ ശ്വാസത്തിനും കാസത്തിനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ലേഹ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് പറ്റിയ പൊടികൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഏതൊക്കെ പൊടികളാണെന്ന് ഞാൻ പറയാം. അതായത് അതായത് തിപ്പലിപ്പൊടി, അതുപോലെ തന്നെ ചുക്കുപൊടി, കറുവാപ്പട്ടപ്പൊടി, അതുപോലെ തന്നെ പത്രം ഉദ്ദേശിക്കുന്നത് കറുവാപ്പട്ടയുടെ പത്രം, അതായത് ഇല, അതിൻ്റെ പൊടി, അതുപോലെ തന്നെ ഏലയ്ക്ക, മല്ലി, കുരുമുളക്, അതുപോലെ തന്നെ ഇതെല്ലാം ആണ് നമുക്ക് വേണ്ട പൊടികൾ. ഇതെല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എത്ര ഗ്രാം വീതം ഓരോന്ന് ആഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് തിപ്പലി 24 ഗ്രാം, 1.5 കിലോ കുമ്പളങ്ങയ്ക്കാണെങ്കിൽ തിപ്പലി 24 ഗ്രാം, അതുപോലെ തന്നെ ചുക്ക് 24, അതുപോലെ കറുവപ്പട്ട 6 ഗ്രാം, ഈ ഇലയാണെങ്കിൽ 6 ഗ്രാം, അതുപോലെ തന്നെ ഏലക്കയാണെങ്കിൽ 6 ഗ്രാം, മല്ലിയാണെങ്കിൽ 6 ഗ്രാം, കുരുമുളകാണെങ്കിൽ 6 ഗ്രാം. ഇതും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു ലേഹ്യ പരുവത്തിലാക്കണം. അതായത് സെമി സോളിഡ് കൺസിസ്റ്റൻസി, അതായത് നമുക്ക് കൈവിരലുകൾക്കിടയിൽ ഇതൊരു ലേഹ്യത്തിൻ്റെ ഒരു നൂല് പോലെ ഫോം ചെയ്യുന്നതായിട്ട് നോക്കി കണ്ടെത്തി ഇതിനെ
നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ചുമ, ശ്വാസം മുട്ടൽ അതുപോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ലേഹ്യമാണ്. മാത്രമല്ല ശരീരം മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ധാതുപുഷ്ടിയും അതുപോലെ ശരീരപുഷ്ടിയും വരാം. അത് എത്ര ഗ്രാം വീതം കൊടുക്കണം എന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മുതൽ ഒരു 5 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് ഒരു ടീസ്പൂൺ 2 നേരമായിട്ട് കൊടുക്കാം. രാവിലെയും വൈകിട്ടും നമുക്ക് ആഹാരത്തിന് ശേഷമായിട്ട് അതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസ് പാലും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. താങ്ക് യു.